ഈ ഇത്തിരി കുഞ്ഞിനെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ മൾബറി. ഇത്തിരി കുഞ്ഞിനാണെങ്കിലും ഇവൻ ആള് വേറെയാണ്. ഡൈജഷൻ ഉണ്ടാവുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ ഇത് നമ്മെ സഹായിക്കുന്നു. അതുപോലെ തന്നെ മൾബറിയിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. മൾബറിയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ചർമ്മത്തിലുണ്ടാവുന്ന ചുളിവുകൾ അകറ്റി അകാല വാർദ്ധക്യം തടയുന്നു. അതുപോലെ തന്നെ ധാരാളമായി ജീവകങ്ങളും ധാതുക്കളും ഒക്കെ ഇതിലുണ്ട്. കൊളസ്ട്രോൾ കുറയുന്നതിനും ഹൃദയാരോഗ്യം നിലനിർത്തുന്നതിനും ഒക്കെ ഇത് നമ്മെ സഹായിക്കും. മിക്കവാറും എല്ലാ കാലത്തിലും ഒന്നും രണ്ടും ഒക്കെ ഉണ്ടാവുമെങ്കിലും ഈ മൾബറിയുടെ സീസൺ എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂലൈ വരെയാണ്. ഈ സമയത്ത് ധാരാളമായി മൾബറി ഉണ്ടാവുന്നുണ്ട്. മൾബറി ചെടി നട്ടു വളർത്തുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. കമ്പ് നട്ട് നമുക്കിത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു കുറ്റിച്ചെടി ആയതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ഏരിയ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല. നമുക്ക് മൾബറി ജ്യൂസ് അടിച്ചും പച്ചയ്ക്കും പഴുത്തതും ഒക്കെയായി നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ജ്യൂസ് വളരെ ടേസ്റ്റിയാണ്. ഇരുമ്പിൻ്റെ അളവും കാൽസ്യത്തിൻ്റെ അളവുമൊക്കെ ധാരാളമായി അടങ്ങിയിട്ടുള്ള മൾബറി കിട്ടിയാൽ ഇനി കഴിക്കാൻ മറക്കണ്ട കേട്ടോ.